ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പണ്ട് ഒരു ഗുരുവും ശിഷ്യനും കൂടി ഹിമാലയത്തിലേക്ക് മല കയറുകയാണ്. അതിമഞ്ഞുള്ള സമയമാണ്. അവര് ഹിമാലയത്തിന്റെ മേലെ കൂടി നടക്കുമ്പോൾ ആരോ ഒരാൾ വീണ് കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഈ വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ ഗുരു ആദ്യം പോയിട്ട് അദ്ദേഹത്തിന്റെ കൈയും കാലും ഒക്കെ തിരുമ്മിട്ട് ചൂട് കൊടുക്കാൻ അദ്ദേഹം ആ വീണ് കിടക്കുന്നയാൾക്ക് ശ്രമിച്ചു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരു, ഇത് നല്ല മൂടുമഞ്ഞുള്ള സമയമാണ്. ഇത് നമ്മള് അതിശൈത്യ മേഖല നമ്മൾ മറികടക്കണം. നമ്മൾ ഇവിടെ ഇരുന്നാൽ നമ്മളുടെ ജീവനും നഷ്ടമാവും. ഗുരുവിനോട് ശിഷ്യൻ ഇത് പറഞ്ഞു. അപ്പൊ ഗുരു ഇത് കേട്ടതുപോലെ നടിച്ചില്ല. അപ്പൊ ഗുരു അയാളുടെ കൈയും കാലൊക്കെ തിരുമാൻ തുടങ്ങി. ശിഷ്യന് മനസ്സിലായി ഗുരു കേട്ടിട്ടില്ല, ഗുരു എന്റെ കൂടെ വരാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കി. അങ്ങനെ ശിഷ്യന് മുന്നോട്ട് നടന്നു. അങ്ങനെ ഗുരു ഇയാൾക്ക് കൈയും കാലൊക്കെ തിരുമ്മി പതുക്കെ അയാളെ എണീപ്പിച്ചു. രണ്ടുപേരും സാവധാനത്തിൽ ആ തണുത്തു വിറക്കുന്ന മഞ്ഞ് പതുക്കെ അവർ പരസ്പരം ചൂട് പകർന്ന് പരസ്പരം മുന്നോട്ട് പോകാൻ പതുക്കെ തുടങ്ങി. പോകുന്ന വഴിക്ക് മുന്നോട്ട് പോയ ശിഷ്യന് അതാ മഞ്ഞുമലയിൽ മൂടിപ്പുതഞ്ഞ് മരിച്ചു കിടക്കുന്നു. വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് വേറൊരാളെ സഹായം കൂടാതെ നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ പരസ്പര സഹായവും ഒറ്റയ്ക്ക് നടക്കുന്നതിനേക്കാൾ നമ്മൾ കൂടെ നടക്കുന്നതാണ് ഏറ്റവും നല്ലത്.